എടിഎമ്മുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നവർ മെയ് 1 മുതൽ അധിക തുക അടയ്ക്കാൻ ഒരുങ്ങണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടിഎം ഇന്റർചേഞ്ച് ഫീസ് വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് അംഗീകാരം നൽകി. രാജ്യത്തെ എടിഎമ്മുകളിൽ നിന്ന് സൗജന്യ പിൻവലിക്കൽ പരിധി കവിഞ്ഞാൽ ഉപയോക്താക്കൾക്ക് പിന്നീടുള്ള ഓരോ ഇടപാടിനും ഇപ്പോഴത്തതിനേക്കാൾ 2 രൂപ അധികമായി നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതിയ ചാർജുകൾ പ്രകാരം എടിഎമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്നതിന് 1 രൂപ വർദ്ധിപ്പിച്ചു. നിലവിൽ എടിഎം ഇന്റർചേഞ്ച് ഫീസായി ഈടാക്കുന്നത് 17 രൂപയാണ്. മെയ് 1 മുതൽ ഇത് 19 രൂപയാകും. കൂടാതെ ബാലൻസ് പരിശോധിക്കുന്നത് പോലുള്ള സാമ്പത്തികേതര ഇടപാടുകൾക്കുള്ള ഫീസും 1 രൂപ വർദ്ധിപ്പിച്ചു. 6 രൂപയിൽ നിന്ന് 7 രൂപയായി മാറി. 2021 ജൂണിലാണ് എടിഎം ഫീസ് അവസാനമായി പരിഷ്കരിച്ചത്. RBI അംഗീകരിച്ച ഏറ്റവും പുതിയ മാറ്റങ്ങൾ ക്രെഡിറ്റ് കാർഡ് ആനുകൂല്യങ്ങളെയും സേവിങ്സ് അക്കൗണ്ട് നിയമങ്ങളെയും ബാധിക്കും. നിലവിൽ മെട്രോ നഗരങ്ങളിൽ മറ്റു ബാങ്കുകളുടെ എടിഎമ്മുകളിൽ പ്രതിമാസം 5 തവണയും മെട്രോ ഇതര പ്രദേശങ്ങളിൽ 3 തവണയും സൗജന്യ ഇടപാടുകൾ നടത്താനാകും. സൗജന്യ ഇടപാട് പരിധി കവിഞ്ഞാൽ മാത്രമേ പുതുക്കിയ നിരക്കുകൾ ബാധകമാകൂ. ഒരു ബാങ്ക് അക്കൗണ്ട് ഉള്ള വ്യക്തി അക്കൗണ്ട് ഇല്ലാത്ത ബാങ്കിന്റെ എടിഎം ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ ബാങ്ക് രണ്ടാമത്തെ ബാങ്കിന് ഒരു നിശ്ചിത ഫീസ് നൽകേണ്ടതുണ്ട്. ഇതിനെയാണ് എടിഎം ഇന്റർചേഞ്ച് ഫീസ് എന്ന് വിളിക്കുന്നത്. ഈ ഫീസ് അക്കൗണ്ട് ഹോൾഡറിൽ നിന്നാണ് ഈടാക്കുന്നത്. നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ശുപാർശകളെ തുടർന്ന് RBI അംഗീകരിച്ച പരിഷ്കരണത്തിന്റെ ഭാഗമായാണ് എടിഎം ഫീസ് വർധനവുണ്ടായിരിക്കുന്നത്. കെ ഫയൽ ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.